ഇന്ന് നിങ്ങൾ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മൾ സവോളയോ ചെറിയുള്ളിയോ തക്കാളിയോ ഒന്നും തന്നെ ചേർത്താത്ത ഒരു അടിപൊളി കറിയുടെ റെസിപ്പിയാണ്. നമ്മൾ പാവയ്ക്ക കറിയാണ് ഇതേപോലെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു കറി നമുക്ക് ഒരാഴ്ച വേണമെന്നുണ്ടെങ്കിൽ സ്റ്റോർ ചെയ്ത് വെച്ച് കഴിക്കാവുന്നതാണ്. ഒരു കേടും വരില്ല. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഇതിന് വേണ്ടിയിട്ട് നമ്മളൊരു പാൻ ചൂടാവാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് അല്പം ഓയിൽ ഒഴിച്ചു കൊടുത്ത ശേഷം നമ്മൾ ആദ്യം തന്നെ ചെയ്തെടുക്കാൻ പോകുന്നത് തേങ്ങ വറുക്കുകയാണ്. അപ്പോൾ ഈ അരമുറി തേങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഈ ഒരു തേങ്ങ നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. നല്ല ഗോൾഡൻ ബ്രൗൺ ആവുന്നവരെ തേങ്ങ നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. ഈ ഒരു ഷേപ്പിലാണ് ഞാൻ പാവയ്ക്കെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. തേങ്ങ നല്ല ബ്രൗൺ നിറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2 സ്പൂൺ മുളക് പൊടിയും 1 സ്പൂൺ മല്ലിപ്പൊടിയാണ്. വറുത്തരച്ച കറി ആയതുകൊണ്ട് തന്നെ മല്ലിപ്പൊടി കുറച്ചെടുത്താൽ മതിയാവും. മുളക് പൊടി നമ്മുടെ എരിവിനനുസരിച്ച് എടുക്കാവുന്നതാണ്. ഇനി നമുക്കിത് ചൂടാറിയ ശേഷം മിക്സി ജാറിലേക്ക് ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഫസ്റ്റ് നമ്മൾ വെള്ളം ഒന്നും ചേർത്താണ്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. അതിനുശേഷം വെള്ളം ഒഴിച്ച് അരച്ചെടുക്കുക. പാൻ ചൂടാവാൻ വേണ്ടി വെച്ച് അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഒരു പാവയ്ക്ക നല്ലതുപോലെ കഴുകിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. കറിക്ക് ആവശ്യമായിട്ടുള്ള പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഞാനിവിടെ പാവയ്ക്ക കട്ട് ചെയ്തതിന് ശേഷം കുറച്ച് ഉപ്പ് തിരുമ്മിയിട്ട് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പാവയ്ക്കയിലുള്ള ഓവറായിട്ടുള്ള കയ്പ്പൊക്കെ പോയി കിട്ടും. പാവയ്ക്ക നല്ല പോലെ വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് പാവയ്ക്കയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് നമ്മൾ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുള്ള പുളിയാണ്. ഞാനിവിടെ വാളംപുളിയാണ് ഒരു കോട്ടിയുടെ സൈസിൽ എടുത്തിട്ടുള്ളത്. ഇനി ഈ പുളിവെള്ളത്തിൽ കിടന്ന പാവയ്ക്ക നല്ലതുപോലെ ഒന്ന് വേവട്ടെ. അപ്പോൾ നമുക്ക് ആ പുളിയും ഉപ്പും എല്ലാം കൂടി ആകുമ്പോൾ പാവയ്ക്കയിൽ ഓവറായിട്ടുള്ള കയ്പ്പൊന്നും ഉണ്ടാവില്ല. കുട്ടികളെല്ലാം നല്ല ടേസ്റ്റോട് കൂടി തന്നെ കഴിക്കും. ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വന്നതിന് ശേഷം നമ്മൾ അരപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുക. ഈ സമയം ഉപ്പും പുളിയെല്ലാം കറക്റ്റാണോ എന്ന് നോക്കുക. കുറവാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ അടിപൊളി പാവയ്ക്ക വറുത്തരച്ച കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻസായിട്ട് രേഖപ്പെടുത്തുകയും വേണം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്.